കണ്ണിമാങ്ങ അച്ചാർ പോലെയോ അതിനേക്കാളോ രുചിയുള്ളതാണ് അമ്പഴങ്ങ അച്ചാർ. 2 ദിവസത്തെ യാത്രാക്ഷീണവും പഴക്കവും ഒന്നും ഈ അമ്പഴങ്ങയുടെ ഒന്നിൻ്റെ മുഖത്തില്ല. അല്പസ്വല്പം ക്ഷീണമുള്ളവരോ ആവേശം മൂത്തവരോ സ്വന്തം തട്ടകം വിട്ട് ഇറങ്ങിക്കിടുന്നു എന്ന് മാത്രം. കണ്ടില്ലേ? കുടുംബ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പോക്കായിരുന്നു വയനാട്ടിലേക്ക്. ഞങ്ങളുടെ ജീവിതം തുടങ്ങിയ വയനാടിനോട് ഞങ്ങൾക്ക് അത്ര സ്നേഹവും അടുപ്പവുമുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളായ ലൗലി അഗസ്റ്റിൻ്റെയും സുരേഷ് അനിത ദമ്പതിമാരുടെയും കൂടെ ആയിരുന്നു ഏറെ സമയവും. പറഞ്ഞു വരുന്നത്, തേടിയ വള്ളി കാലിൽ ചുറ്റി ഞാൻ വീണുപോയി എന്ന് പറയാനാ. ഇവിടുള്ള അമ്പഴം ഇക്കുറിയും പൂത്തിട്ടില്ല. അങ്ങനെ എവിടുന്ന് സംഘടിപ്പിക്കും എന്ന് മനസ്സ് തേടിക്കൊണ്ടിരിക്കെയാണ് സുരേഷ് അനിതമാർ ഒരു കെട്ട് അമ്പഴങ്ങ കുലകുലകളായി ഒടിച്ചു വെച്ച് തന്നത്. 2 ദിവസത്തെ യാത്രാക്ഷീണവും പഴക്കവും ഒന്നും ഈ അമ്പഴങ്ങയുടെ ഒന്നിൻ്റെ മുഖത്തില്ല. തണുത്ത വെള്ളത്തിൽ ഒരു കുളിയും കൂടി പാസാക്കിയപ്പോൾ കൂടുതൽ ഉഷാർ. 1.5 കിലോ അമ്പഴങ്ങയ്ക്കുള്ള അനതാരികൾ തയ്യാറാക്കി വെക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് കൂടുതലെടുത്തു. നല്ല പുളിയുള്ള അമ്പഴങ്ങയ്ക്ക് പറ്റിയ ചങ്ങാതിമാരാണവർ. ഉരുളി അടുപ്പിൽ വെച്ചു. 150 മില്ലി നല്ലെണ്ണ ഒഴിച്ച് മൂപ്പിച്ചിട്ട് അമ്പഴങ്ങ അതിലേക്കിട്ട് വഴറ്റി കോരിയെടുത്തു. ഇത് അധിക നാളിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ക്യാമറ, ലൈറ്റ്, കലാസംവിധാനം എന്നൊക്കെ പറഞ്ഞ് ചില ഗുണഭോക്താക്കൾ അമ്പഴങ്ങയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നുണ്ടേ. അതുകൊണ്ട് പെട്ടെന്ന് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഇടാമെന്ന് വെച്ചു. ആ എണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളി ഇടുന്നു. ഇനി ഇഞ്ചി, കറിവേപ്പില, ഉണക്കമുളക് നുറുക്കിയത് എന്നിവ ഇടുന്നു. എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ തീ തീരെ കുറച്ചിട്ട് പിരിയമുളക് പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഉരുളിയിലേക്ക് ഇടണം. നല്ലപോലെ ഇളക്കി വാങ്ങി വെച്ചിട്ട് അമ്പഴങ്ങ അതിലേക്കിട്ട് ഉടയാതെ ഇളക്കി യോജിപ്പിച്ചു. മുമ്പ് പല വീടുകളിലും അമ്പഴം ഉണ്ടായിരിക്കും. കായ്ക്കാൻ തുടങ്ങിയാൽ അധികം മൂക്കും മുമ്പ് തന്നെ കുലകളായി പറിച്ചെടുക്കും, കണ്ണിമാങ്ങ പോലെ. വേണ്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും കുറേയേറെ വിതരണം ചെയ്യും. അമ്പഴങ്ങ വഴറ്റി വെച്ചിരുന്ന ഈ ചട്ടിയിലേക്ക് തന്നെ പകർന്നു വയ്ക്കുന്നു. ഗുണഭോക്താക്കളുടെ ശല്യം രൂക്ഷം. കപ്പപ്പുഴുക്കുമായി അമ്പഴങ്ങ ഒഴിഞ്ഞ് ഉരുളിക്കകത്തേക്ക് വീഴുന്നു. ഒന്നാറിക്കഴിഞ്ഞ് വൃത്തിയുള്ള ഉണങ്ങിയ തുണി കൊണ്ട് അച്ചാർ മൂടി കെട്ടിവെച്ചു. ഒരു 24 മണിക്കൂർ ചട്ടിയെ ആരും ശല്യപ്പെടുത്തരുതെന്ന് ചട്ടം കെട്ടി. ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ? ചട്ടിക്കുള്ളിൽ ഉപ്പ് സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിക്കൊള്ളും. അമ്പഴങ്ങയുടെ നീര് വലിച്ചു പുറത്തിടുക. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കുമായി അത് പകുത്തു കൊടുക്കുക. അമ്പഴങ്ങ നീരും മുളകും ഉലുവയും കായവും എണ്ണയും തീർത്ത കുളത്തിൽ നീരാടുക. ഇങ്ങനെ പലതരം സേവനങ്ങൾ. നീരിറങ്ങിയ അമ്പഴങ്ങ മസാലയിൽ കുഴഞ്ഞു കഴിഞ്ഞു. വൃത്തിയുള്ള ഈർപ്പമില്ലാത്ത ഈ ഭരണിയിൽ ഇത് നിറയ്ക്കാം. അമ്പഴങ്ങ ഗുണഭോക്താക്കളേറെ, സാധനം കുറവും. വെറുതെ അടച്ചു വെച്ച് തുണി കൊണ്ട് മൂടി ഒരു കെട്ടും കെട്ടി മാറ്റി വെച്ചേക്കാം.